IPL 2024 മികച്ച ഓപ്പണിംഗ് നിര ഏത് ടീമിൽ? പവർ റാങ്കിംഗ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടി തന്നെ ലേറ്റസ്റ്റ് ക്രിക്കറ്റ് വീഡിയോസ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. IPL 2024 മാസങ്ങൾക്കപ്പുറം തുടങ്ങാൻ പോവുകയാണ്. മാർച്ച് 22-ാം തീയതി മുതൽ തുടങ്ങുമെന്നാണ് അൺഒഫീഷ്യലായി വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ IPL സംബന്ധിച്ച മറ്റെല്ലാ പവർ റാങ്കിംഗ് വീഡിയോസും നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മികച്ച ടീം ഏതാണ്, കിരീടം നേടാനുള്ള ചാൻസുള്ള ടീമുകളുടെ പവർ റാങ്കിംഗ്, മികച്ച ബാറ്റിംഗ് ലൈനപ്പുള്ള ടീമുകളുടെ പവർ റാങ്കിംഗ്, മികച്ച ബോളേഴ്സിൻ്റെ പവർ റാങ്കിംഗ്. സോ ഇപ്പോൾ എത്തിയിട്ടുള്ളത് മികച്ച ഓപ്പണേഴ്സിൻ്റെ പവർ റാങ്കിംഗ് വീഡിയോയുമായിട്ടാണ്. IPL 2024 ബെസ്റ്റ് ഓപ്പണേഴ്സ് പവർ റാങ്കിംഗ് വീഡിയോ ടോപ്പ് 10. നമുക്കറിയാം ഇത്തവണ പുതുമുഖങ്ങൾ എത്തിയതോടുകൂടി അല്ലെങ്കിൽ പുതിയ താരങ്ങളെ കൂടാരത്തിലേക്ക് എത്തിച്ചതോടുകൂടി തന്നെ മിക്ക ടീമുകളുടെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ചുക്കാൻ പിടിക്കാൻ പുതു താരങ്ങൾ എത്തിയതോടുകൂടി ശരിക്കും പഴയ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച ഓപ്പണിംഗ് സ്ട്രെങ്ത് ഉള്ള ടീമുകൾ തന്നെയാണ് ഇത്തവണയുമുള്ളത്. സോ ഈ ഒരു പവർ റാങ്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് തന്നെയാണ്. നമുക്കറിയാം ഫാഫ് ഡു പ്ലസി, വിരാട് കോഹ്ലി അടങ്ങുന്ന ആ ഒരു മാരക കോംബോ തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സിന് ഇത്തവണയും ഉള്ളത്. നായകൻ ഫാഫ് ഡു പ്ലസിക്കൊപ്പം ഇന്ത്യൻ ലെജൻഡായ വിരാട് കോഹ്ലി കൂടി ചേരുന്ന ആ ഒരു ഓപ്പണിംഗ് ലൈനപ്പിൽ തന്നെ മികച്ച റൺ റേറ്റ് അല്ലെങ്കിൽ പവർ പ്ലേ തന്നെ കാര്യങ്ങൾ വെട്ടിപ്പാക്കാനുള്ള സ്ട്രെങ്ത് ഉള്ള ടീം തന്നെയാണ് ബാംഗ്ലൂർ. സോ അതിനാൽ തന്നെ ഈ ഒരു പവർ റാങ്കിങ്ങിൽ മികച്ച ഓപ്പണേഴ്സിൻ്റെ പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് തന്നെയാണ്. രണ്ടാം സ്ഥാനം ചെന്നൈ സൂപ്പർ കിങ്സിന്. നമുക്കറിയാം ഡെവൺ കോൺവേ, ഋതുരാജ് ഗേക്വാദ് എന്ന ഇന്ത്യൻ യുവതാരവുമായി ചേർന്നുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് കഴിഞ്ഞ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കിരീട നേട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു ഫാക്റ്റ് തന്നെയായിരുന്നു ഡെവൺ കോൺവേ, ഋതുരാജ് ഗേക്വാദ് ഓപ്പണിംഗ് സംഖ്യ. ഡെവൺ കോൺവേ എന്ന ന്യൂസിലാൻഡ് താരത്തിനൊപ്പം ഇന്ത്യൻ യുവതാരമായിട്ട് ഋതുരാജ് ഗേക്വാദിൻ്റെ മാരക വെട്ടിക്കെട്ട് അല്ലെങ്കിൽ ആ ഒരു മികച്ച സ്ട്രൈക്ക് റേറ്റ് കൂടി ചേരുമ്പോൾ ചെന്നൈയെ സംബന്ധിച്ചും പവർ പ്ലേയിൽ തന്നെ മികച്ച സ്കോർ കയറ്റാനുള്ള രണ്ട് പ്ലെയേഴ്സ് തന്നെയാണ് ഡെവൺ കോൺവേ, ഋതുരാജ് ഗേക്വാദ്. സോ ഇത്തവണ തങ്ങളുടെ 6ാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ചെന്നൈയെ സംബന്ധിച്ച് ഓപ്പണിങ്ങിൽ ഡെവൺ കോൺവേ, ഋതുരാജ് ഗേക്വാദ് സഖ്യത്തിൻ്റെ ആ ഒരു ബാറ്റിംഗ് പാർട്ട്ണർഷിപ്പ് തന്നെയായിരിക്കും ചെന്നൈയെ സംബന്ധിച്ച് മുന്നോട്ടുള്ള പോക്കിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പവർ റാങ്കിങ്ങിൽ 3-ാം സ്ഥാനം സഞ്ജു സാംസൺ നായകനായിട്ടുള്ള രാജസ്ഥാൻ റോയൽസിനാണ്. ബട്ട്ലർ, ജയ്സ്വാൾ സഖ്യം. നമുക്കറിയാം കഴിഞ്ഞ സീസൺ അടക്കം വെട്ടിക്കെട്ട് പ്രകടനം നടത്തിയ ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ്. കഴിഞ്ഞ 2-3 സീസണുകളായി ജോസ് ബട്ട്ലർ, യശസ്വി ജയ്സ്വാൾ സഖ്യമാണ് രാജസ്ഥാന് വേണ്ടി കണ്ടിന്യൂസ് ആയി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ജയ്സ്വാൾ 2023 ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് അരങ്ങേറിയ യുവതാരം. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയിൽ തന്നെ രാജസ്ഥാൻ്റെ കയ്യൊപ്പുണ്ട്. ജോസ് ബട്ട്ലർ എന്ന ഇംഗ്ലീഷ് നായകനൊപ്പം ജയ്സ്വാൾ എന്ന ഇന്ത്യൻ യുവതാരം കൂടി ചേർന്നതോടുകൂടി ശരിക്കും രാജസ്ഥാൻ റോയൽസിൻ്റെ ഓപ്പണിംഗ് ലൈനപ്പ് വളരെ സ്ട്രെങ്ത് ഉള്ളത് തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ 2021 അതായത് രാജസ്ഥാൻ റോയൽസ് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം IPL കലാശ പോരാട്ടം കളിച്ച അന്ന് ഗുജറാത്ത് ടൈറ്റൻസിനോട് തോൽവി വഴങ്ങിയിരുന്നെങ്കിൽ പോലും ആ ഒരു സീസണിൽ നമ്മൾ ആ ഒരു ഫാക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പല മത്സരങ്ങളിലും ഏതാണ്ട് 5-ൽ കൂടുതൽ മത്സരങ്ങളിലായിരുന്നു രാജസ്ഥാൻ റോയൽസ് എന്ന ടീം ടോട്ടൽ 200 കടന്നത്. സോ ആ ഒരു മിക്ക മത്സരങ്ങളിലും ഓപ്പണിംഗ് സഖ്യം പിരിയാത്ത 50 വിക്കറ്റ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കി നമ്മൾ പലവട്ടം കണ്ട കാര്യം തന്നെയാണ്. സോ അതിനോട് തന്നെ ഇത്തവണ ബട്ട്ലർ ജയ്സ്വാൾ സഖ്യം തന്നെയായിരിക്കും രാജസ്ഥാൻ റോയൽസിൻ്റെ നെടുംതൂണുകൾ എന്ന് പറയുന്നത്. ഇരു താരങ്ങളുടെയും മികച്ച സ്ട്രൈക്കിൽ നമുക്കറിയാം, എസ്പെഷ്യലി യശസ്വി ജയ്സ്വാൾ ആദ്യ പന്ത് മുതൽ തന്നെ മികച്ച പ്രഹരശേഷിയോടുകൂടി മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുന്ന യശസ്വി ജയ്സ്വാൾ എന്ന ഇന്ത്യൻ യുവതാരത്തിൻ്റെ പോരാട്ടവീര്യം കൂടി ചേരുമ്പോൾ ഇംഗ്ലീഷ് നായകൻ ജോസ് ബട്ട്ലറിനൊപ്പം രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു ഓപ്പണിംഗ് സഖ്യത്തിന് അതിൻ്റെ ഓപ്പണിംഗ് പവർ തന്നെയാണ് ബട്ട്ലർ ജയ്സ്വാൾ സഖ്യം. ഇനി 4-ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ദൈവത്തിൻ്റെ പോരാളികളായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് ആണ്. 6ാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന മുംബൈക്ക് ഇത്തവണ ഓപ്പൺ ചെയ്യുന്നത് മുൻപ് നായകനായിരുന്നു എന്നാൽ ഇത്തവണ നായകനല്ലാത്ത രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇഷാൻ കിഷനാണ്. നമുക്കറിയാം ക്യാപ്റ്റൻസി പോയതിനു ശേഷം രോഹിത് ശർമ്മ കളിക്കുന്ന ആദ്യ IPL സീസണാണ്. സോ രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ സഖ്യമായിരിക്കും ഇത്തവണ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഓപ്പണിംഗ് കാര്യങ്ങൾ വെട്ടിപ്പാക്കാനായിട്ട് ഇറങ്ങുന്നത്. 2 മികച്ച ഇന്ത്യൻ താരങ്ങളുടെ ഓപ്പണിംഗ് സ്ട്രെങ്ത്. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ മത്സരങ്ങളിൽ പോലും ഇരു താരങ്ങളും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വേൾഡ് കപ്പ് മത്സരങ്ങളിൽ പോലും രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ ഓപ്പണിംഗ് സഖ്യം നമ്മൾ പലവട്ടം കണ്ട കാര്യം തന്നെയാണ്. സോ എക്സ്പീരിയൻസ് ഉള്ള 2 മികച്ച ഓപ്പണേഴ്സാണ് മുംബൈയുടെ സമ്പത്ത് എന്ന് പറയുന്നത്. രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ സഖ്യം മുംബൈയെ സംബന്ധിച്ച് തങ്ങളുടെ 6ാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന 2024 IPL സീസണിൽ മുന്നോട്ടുള്ള പോക്കിൻ്റെ പ്രധാന സ്ട്രെങ്ത് തന്നെയായിരിക്കും. പവർ റാങ്കിങ്ങിൽ 5-ാം സ്ഥാനം ലക്നൗ സൂപ്പർ ജയൻസിന്. വളരെ 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 സർപ്രൈസിങ് എലമെൻ്റ് തന്നെയാണ് ലക്നൗ സൂപ്പർ ജയൻസ് എന്നും പറയാം. ക്വിൻ്റൺ ഡി കോക്ക് എന്ന സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പ് ഹീറോയ്ക്കൊപ്പം ദേവദത്ത് പടിക്കൽ എന്ന കർണാടക മലയാളി ബാറ്റർ കൂടി ചേരുന്ന ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഓപ്പണിംഗ് സഖ്യം ഇത്തവണ
കൂടുതൽ സെറ്റാവാനായി കാത്തിരിക്കണം. നമുക്കറിയാം കഴിഞ്ഞ സീസണിലടക്കം ഡീകോക്ക് കൈൽ മേയേഴ്സ് സഖ്യമായിരുന്നു മിക്ക മത്സരങ്ങളും ലക്നൌവിന് വേണ്ടി ഓപ്പൺ ചെയ്തത്. എന്നാൽ ആ ഒരു നിരയിലേക്കാണ് ഇത്തവണ രാജസ്ഥാൻ റോയൽസിൽ നിന്നും ട്രേഡ് ചെയ്ത് വന്ന ദേവദത്ത് പടിക്കലെത്തുന്നത്. സോ ഇത്തവണ ക്വിൻ്റൺ ഡീകോക്ക് എന്ന വേൾഡ് കപ്പ് ഹീറോയെ ഒരിക്കലും ലക്നൗ ഓപ്പണിംഗ് ആ ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്ന് മാറ്റുന്നില്ല. സോ അദ്ദേഹത്തോടൊപ്പം ഇത്തവണ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനെത്തുന്നത് കർണാടക മലയാളി ബാറ്ററായിട്ടുള്ള രാജസ്ഥാൻ റോയൽസിൽ നിന്നും ഇത്തവണ കൂടാരത്തിലേക്ക് എത്തിച്ച ദേവദത്ത് പടിക്കൽ എന്ന ബാറ്ററായിരിക്കും. സോ ഡീകോക്ക് പടിക്കലടങ്ങുന്ന ഒരു പുതിയ ഓപ്പണിംഗ് ജോഡിയായിരിക്കും ലക്നൗ സൂപ്പർ ജയൻസിന് വരാനിരിക്കുന്ന IPL സീസണിൽ കളിക്കാനിറങ്ങാൻ പോകുന്നത്. കാത്തിരിക്കാം ഇരു താരങ്ങളുടെ മികച്ച പ്രകടനത്തിന് വേണ്ടി. 6ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം 6ാം സ്ഥാനം സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ്. അഭിഷേക് ശർമ്മ എന്ന ഇന്ത്യൻ യുവതാരത്തിനൊപ്പം ഇത്തവണ സൺറൈസേഴ്സ് പൊന്നും വില കൊടുത്ത് ടീമിലേക്ക് എത്തിച്ച ഓസ്ട്രേലിയൻ ലോക ചാമ്പ്യനായിട്ടുള്ള ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ട്രാവിസ് ഹെർട്ട് കൂടി ചേരുന്നതാണ് സൺറൈസേഴ്സിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ലൈനപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസണിലടക്കം അഭിഷേക് ശർമ്മ അതോടൊപ്പം രാഹുൽ ത്രിപാഠി തുടങ്ങിയ താരങ്ങളായിരുന്നു ഇന്നിങ്സ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഇത്തവണ ആ കൂട്ടത്തിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രാവിസ് ഹെഡ് എത്തുന്നതാണ് സൺറൈസേഴ്സിനെ സംബന്ധിച്ച് ഓപ്പണിങ്ങിലെ കാര്യങ്ങൾ വെട്ടിപ്പാക്കാനായിട്ടുള്ളത്. 7ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. വെങ്കടേഷ് അയ്യർ, റഹ്മാനുള്ള ഗുർബാസ് എന്നിവരടങ്ങുന്ന ഓപ്പണിംഗ് സഖ്യമായിരിക്കും KKRന് ഇറങ്ങാൻ പോകുന്നത്. ചെറിയ മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഒരു പക്ഷേ റഹ്മാനുള്ള ഗുർബാസിന് പകരം ജേസൺ റോയ് എന്ന ഇംഗ്ലീഷ് താരം വരികയാണ്. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി കഴിഞ്ഞ സീസണിലടക്കം റഹ്മാനുള്ള ഗുർബാസ് വെങ്കടേഷ് അയ്യർ ഓപ്പണിംഗ് സഖ്യമായിരുന്നു KKRന് വേണ്ടി കളിച്ചത്. സോ ഇത്തവണയും അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അത്ര സ്ട്രെങ്ത് കുറഞ്ഞ ബാറ്റിംഗ് താരങ്ങളല്ല ഗുർബാസും വെങ്കടേഷ് അയ്യറും എന്നിരുന്നാൽ പോലും ഈ ഒരു പവർ റാങ്കിങ്ങിൽ മറ്റ് ടീമുകളുടെ ആ ഒരു ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് അടിസ്ഥാനത്തിലാണ് KKR 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുള്ളത്. 8ാം സ്ഥാനം ഡൽഹി ക്യാപിറ്റൽസിനാണ്. മറ്റ് പല പവർ റാങ്കിങ്ങിലും അവസാന സ്ഥാനക്കാരായിരുന്ന ക്യാപിറ്റൽസ് ഇത്തവണ 8ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. പൃഥ്വി ഷാ, ഡേവിഡ് വാർണർ സഖ്യമാണ് ഡൽഹിയുടെ ഓപ്പണിംഗ് ജോഡി എന്ന് പറയുന്നത്. ഓസ്ട്രേലിയൻ ലോക ചാമ്പ്യനായ ഡേവിഡ് വാർണർക്കൊപ്പം ഇന്ത്യൻ യുവതാരമായിട്ടുള്ള പൃഥ്വി ഷാ കൂടി ചേരുന്ന ഓപ്പണിംഗ് ജോഡിയാണ് ഡൽഹിയുടെ സമ്പത്ത്. കഴിഞ്ഞ സീസണിൽ അത്ര ഫോമിലായിരുന്നില്ല ഈ ഒരു പാർട്ട്ണർഷിപ്പ് എങ്കിൽ പോലും ഇത്തവണ ഏറെ പ്രതീക്ഷകളോട് കൂടി ഇറങ്ങുന്ന നായകൻ ഋഷഭ് പന്ത് മടങ്ങി വരുന്ന സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ച് ഒരു കിരീടം നേട്ടം അല്ലെങ്കിൽ ആദ്യ IPL കിരീടം തന്നെയായിരിക്കും ലക്ഷ്യം. സോ അതിനാൽ തന്നെ പൃഥ്വി ഷാ ഡേവിഡ് വാർണർ സഖ്യത്തിൻ്റെ ബാറ്റിംഗ് വെടിക്കെട്ട് അല്ലെങ്കിൽ ആ ഒരു തുടക്കം മുതലുള്ള പ്രഹരശേഷിയായിരിക്കും ഡൽഹിയെ സംബന്ധിച്ച് മുന്നോട്ടുള്ള പോക്കിൻ്റെ പ്രധാന വഴിയെന്ന് പറയുന്നത്. 9ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ശുഭ്മാൻ ഗിൽ, വൃദ്ധിമാൻ സാഹ അടങ്ങുന്ന ഓപ്പണിംഗ് ജോഡിയാണ് ഇത്തവണ GTക്കുള്ളത്. നമുക്കറിയാം ശുഭ്മാൻ ഗില്ലിനും വൃദ്ധിമാൻ സാഹയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇരു താരങ്ങൾ വളരെ മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള താരങ്ങൾ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ടോപ്പ് ഓർഡറിൽ അല്പം മെല്ലപ്പോക്കിന് പേര് കേട്ടവരാണ്. എന്ന് വെച്ചാൽ തുടക്കം മുതലുള്ള പ്രഹരശേഷി ഇല്ലാതെ വളരെ പതിയെ പോയി കാര്യങ്ങൾ വളരെ ഭംഗിയായി അവസാനിപ്പിക്കാൻ കഴിയുന്ന രണ്ട് ക്ലാസി ബാറ്റ്സ്മാൻമാർ ശുഭ്മാൻ ഗില്ലും അതോടൊപ്പം വൃദ്ധിമാൻ സാഹ. സോ അതിനാൽ തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഈ ഒരു ഓപ്പണിംഗ് ജോഡി 9ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുള്ളത്. 10ാം സ്ഥാനത്തേക്കും അവസാന സ്ഥാനത്തേക്കും വരികയാണെങ്കിൽ പഞ്ചാബ് കിങ്സ് ആണ്. ശിഖർ ധവാൻ്റെ പഞ്ചാബ് കിങ്സ്, ധവാനും അതോടൊപ്പം തന്നെ യുവതാരം പ്രഭ്സിമ്രൻ സിംഗും അടങ്ങുന്ന ഓപ്പണിംഗ് ജോഡിയാണ് പഞ്ചാബിനെ സംബന്ധിച്ച് ഇത്തവണ കൂടാരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം എക്സ്പീരിയൻസ്ഡ് താരം ശിഖർ ധവാനൊപ്പം യുവതാരം പ്രഭ്സിമ്രൻ സിംഗ് അടങ്ങുന്ന ഓപ്പണിംഗ് ജോഡിയാണ് പഞ്ചാബിനുള്ളത്. കഴിഞ്ഞ സീസണിലടക്കം ആദ്യ പകുതിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ ആദ്യ പകുതി മത്സരങ്ങളിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു ഈ ഒരു ഓപ്പണിംഗ് ജോഡി കാഴ്ചവെച്ചതെന്നാൽ പിന്നീടുള്ള മത്സരം നമുക്കറിയാം ധവാൻ പരിക്ക് പറ്റി കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിരുന്നില്ല. സോ അതിനുശേഷം അദ്ദേഹം മടങ്ങി വന്ന മത്സരങ്ങളിൽ അല്ലെങ്കിൽ മടങ്ങി വന്നതിന് ശേഷം ഈ ഒരു ഓപ്പണിംഗ് ജോഡിയുടെ ആ ഒരു പ്രഹരശേഷി ഇല്ലാതെ നമ്മൾ വളരെ വ്യക്തമായി കണ്ട കാര്യം തന്നെയാണ്. സോ IPL 2024 തങ്ങളുടെ ആദ്യ കിരീടം ലക്ഷ്യമിട്ട് വളരെ മികച്ച സ്ട്രെങ്തുള്ള സ്കോഡുമായി ഇറങ്ങുന്ന പഞ്ചാബിനെ സംബന്ധിച്ച് നായകൻ ധവാനൊപ്പം പ്രഭ്സിമ്രൻ സിംഗ് എന്ന യുവതാരം കൂടി ചേർന്ന് ഓപ്പണിംഗ് ലൈനപ്പിലെ പ്രഹരശേഷി അല്ലെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് വേഗത്തിലുള്ള റൺസ് കൂട്ടാനുള്ള പവർ പ്ലേയിൽ തന്നെ മികച്ച സ്കോർ കണ്ടെത്താനുള്ള ടീമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്ലെയേഴ്സിൻ്റെ എബിലിറ്റി തന്നെയായിരിക്കും പഞ്ചാബിനെ സംബന്ധിച്ച് ഇത്തവണ മുന്നോട്ടുള്ള പോക്കിന് വഴിതെളിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.